ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലുടൻ കൂടുതൽ സാവകാശം നൽകാൻ കഴിയില്ല എന്ന് അന്വേഷണ സംഘം പത്മകുമാറിനെ അറിയിച്ചിട്ടുണ്ട്. കട്ടളപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് ബോർഡിന്റെ അറിവോടെയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ 4ാം പ്രതി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ജയശ്രീയുടെ അറസ്റ്റും ഉടൻ ഉണ്ടായേക്കും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിക്കൊണ്ടുവന്ന ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ശാസ്ത്രീയ പരിശോധന ഈ മാസം 17-ന് നടക്കും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, ഈ ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. SIT കൂടുതൽ കടുത്ത നിലപാടെടുക്കുകയാണ്. എ പത്മകുമാറിന്റെ കാര്യത്തിൽ ബന്ധുവിന്റെ മരണം കാരണം കുറച്ച് സാവകാശം വേണമെന്നൊരു ചോദിച്ചപ്പോൾ അടിയന്തരമായി ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിട്ടോടൊപ്പം ജയശ്രീയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരുടെ അറസ്റ്റാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ജയശ്രീയോട്, ഈ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജയശ്രീ കോടതിയിലേക്ക് പോവുകയായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തേടിക്കൊണ്ട്. ആ മുൻകൂർ ജാമ്യാപേക്ഷയും ഇപ്പോൾ ജില്ലാ കോടതി തള്ളിയിരിക്കുകയാണ്. അതോടുകൂടി ജയശ്രീയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജയശ്രീയോട് ഒരുപക്ഷെ ഇന്ന് തന്നെ ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായി വരും. അല്ലാത്ത പക്ഷം അന്വേഷണ സംഘം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. കാരണം ഇവരുടെ പങ്ക് സംബന്ധിച്ച അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരവും മൊഴികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ പോകും. അതിനാൽ തന്നെയാണ് ഇവർ നേരത്തെ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് കോടതിയിലേക്ക് പോവുകയും ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയെങ്കിലും അത് കോടതി അനുവദിച്ചില്ല. നിലവിൽ ഇപ്പോൾ ഇവർ ഒന്നുകിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടി വരും. അതേ സമയത്ത് തന്നെയാണ് എൻ വാസുവിന്റെ അറസ്റ്റിന് ശേഷം ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാറിനും അന്വേഷണ സംഘം നേരത്തെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസ് നൽകുകയും ഫോൺ ചെയ്ത് പറയുകയും ചെയ്തെങ്കിലും അദ്ദേഹം വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ്. ആദ്യം ഹോസ്പിറ്റൽ കേസ് പറയുകയും പിന്നീട് ബന്ധുവിന്റെ മരണമടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഈ ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്ന എ പത്മകുമാർ കോടതി നിയമോപദേശം അടക്കം ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായാലും പത്മകുമാറിനും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായി വരും. പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഉടൻ തന്നെ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് അന്വേഷണ സംഘം നൽകിയിട്ടുള്ളത്. പത്മകുമാറിന്റെ പങ്ക് സംബന്ധിച്ച് എൻ വാസുവിൽ നിന്നും അതുപോലെ തന്നെ ഇതിനു മുമ്പ് അറസ്റ്റിലായിട്ടുള്ള സുധീഷിൽ നിന്നും ഒപ്പം തന്നെ മുരാരി ബാബുവിൽ നടക്കം അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്മകുമാറും അടുത്ത ദിവസം തന്നെ ഉടൻ തന്നെ, അത് മണിക്കൂർ ഒരുപക്ഷെ ഇന്ന് തന്നെ പത്മകുമാർ ഹാജരാകാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ഇവരെ രണ്ടുപേരെയും, ജയശ്രീയെയും പത്മകുമാറിനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ കൃത്യമായ നിലപാടുകളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ എൻ വാസുവിന്റെ അറസ്റ്റിലേക്കടക്കം അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്തിരുന്നു. എൻ വാസുവിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കട്ടളപ്പാളിയിലെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ ജയശ്രീയുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ജയശ്രീ ദ്വാരപാല ശില്പവുമായി ബന്ധപ്പെട്ട് അതിലെ സ്വർണം കടത്തിക്കൊണ്ടു പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതിലാണ് ജയശ്രീയുടെ പങ്ക് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. അതിലാണ് ചോദ്യം ചെയ്യൽ നടത്തേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, ഈ കേസിൽ മൊത്തത്തിൽ ഈ കേസിലെ സ്വർണ്ണപ്പാളികളുടെ മാറ്റി പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ കോടതി നേരത്തെ 15-ാം തീയതിയാണ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ അതിപ്പോൾ 17-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദേവന്റെ അനുജ്ഞ വാങ്ങിയതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടക്കൂ എന്നാണ് തന്ത്രി അറിയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി നട തുറന്നതിന് ശേഷം 17-ാം തീയതി ഉച്ചപൂജയ്ക്ക് ശേഷമുള്ള 1 മണിക്ക് നടയടച്ചതിന് ശേഷം ഇത് സംബന്ധിച്ച പരിശോധന നടത്താനാണ് SIT സംഘത്തിന് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത്. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ദ്വാരപാലക ശില്പങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയെ പറ്റിയാണ് രജിത്ത് അവസാനം പറഞ്ഞത്. ഈ മാസം 17-നാണ് അത് നടക്കുക. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒപ്പം എ പത്മകുമാറിന്റെയും ജയശ്രീയുടെയും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വൈകാതെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്.